നമുക്ക് മാവേലിയോട് ചെന്ന് ചോദിക്കാം, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സുഖമാണോ, പാതാളത്തിൽ സുഖമാണോ എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ചോദിക്കേണ്ട കാര്യം. കാരണം നമ്മളുടെ ഇവിടെയുള്ള മിക്കവരും പാതാളത്തിൽ പോകാറുള്ളതാണ്, ഷുവറാണ്. എത്ര നമ്മളൊക്കെ മുകളിൽ സ്വർഗത്തിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്, നമ്മളെല്ലാവരും പാതാളത്തിൽ. അപ്പൊ മാവേലി എന്തുകൊണ്ട് ഏറ്റവും വലിയ സംശയം നോക്കി, പാതാളം എങ്ങനെയുണ്ട്? മാവേലി വന്നിരിക്കുന്നത് വളരെ അടിയൊടിയൊക്കെയാണ്, വളരെ സുന്ദരമായിട്ടാണ്. പാതാളത്തിൽ സുഖം തന്നെയാണോ? ആദ്യമായി ഗിൽഫോർഡ് മലയാളി കൾച്ചറൽ അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ തിരുവോണനില ഓണാശംസകൾ. പിന്നെ പാതാളത്തിൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ബോറാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. സോ വല്ലപ്പോഴും ഈ നാട്ടിൽ വരുന്നതാണ് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഈ ഇക്കൊല്ലം കേരളത്തിലേക്ക് പോകാനിരുന്നപ്പോഴാണ് അവിടെ ഒരുപാട് ഭയങ്കരമായി മഴ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് മോളി ചേച്ചിയുടെ ഒരു കോള് വരുന്നത്. ഇപ്രാവശ്യം ഓണം നേരത്തെയാണ്, അതും നമ്മുടെ ഗിൽഫോർഡ്, UK-യിലെ ഗിൽഫോർഡിലാണ്. അപ്പൊ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, നേരെ അടുത്ത വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്നു. അതെ, അപ്പൊ നാട്ടിലൊക്കെ മഴ ആയതുകൊണ്ട് നാട്ടിൽ വളരെ കഷ്ടപ്പാടാണെന്ന് നമുക്കറിയാം, മഴയും കൃഷികൾ കാരണം. എന്നിരുന്നാലും കാണാൻ വിട്ടും ഓണം ഉണ്ണണമെന്നുള്ള ചൊല്ലി നമ്മള് മറക്കാതെ നമ്മളത് വീണ്ടും ഇവിടെ റീക്രിയേറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി, അതെ, മാവേലി നമുക്ക് വേണ്ടി ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മാവേലിനെ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതിന് നമുക്ക് മാവേലിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. മാവേലിനാണ് ആഗ്രഹമുണ്ട്. ഇവിടെ തീം ഡാൻസ് റീക്രിയേറ്റ് ചെയ്ത് ആ പിള്ളേരൊക്കെ ഒന്ന് കാണണം, സ്റ്റേജിൽ വെച്ച് ആ പിള്ളേരുമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. അപ്പൊ all the children come to the stage. Maveli want to see all the children. Changing. Where is all the children? Oh. Maveli, unfortunately, they are changing. സാരമില്ല, എനിക്കത് മനസ്സിലാവും. കാരണം ഓണം എന്ന് പറയുന്നത് എന്താണ്, ആഘോഷങ്ങളുടെയും ഓർമ്മകളുടെയും നമ്മുടെ നാടിലെ മറന്നുപോയ രുചികളുടെയും എല്ലാം ഒരു വലിയ ആഘോഷമാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഇത്രയും കുരുതകള്, ഇത്രയും തിരക്കിനിടയിൽ എനിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സൽക്കാരം ഒരുക്കി എന്നത് തന്നെ എനിക്കൊരു വലിയ സന്തോഷമാണ്. ഇനിയും അടുത്ത ഓണത്തിന് വരാൻ അതെനിക്കൊരു പ്രചോദനമാണ്. മാത്രമല്ല, നാട്ടിൽ നിന്ന് പോകുന്നവർ, ഇവർ നമുക്ക് നാട്ടിലാണ് സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തത് അല്ലെ, പക്ഷെ ഇവിടെ ഇത്രയും ദൂരെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയെങ്കിലും ആ ഓർമ്മകളും ആ ഒരു നിങ്ങൾ പഴയ തനിമയും ഒന്നും മറക്കാതെ അത് നിങ്ങളുടെ കുരുന്നുകളിലേക്ക് പകർന്നു നൽകിയ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആദ്യം എന്റെ വക ഒരു വലിയ നന്ദി. ഇനിയും ഇവർ നമ്മുടെ നാടിന്റെ നന്മയും സ്നേഹവും ആ ഒരു ഒത്തൊരുമയും എല്ലാം അറിഞ്ഞ് വളരട്ടെ. പുതിയൊരു തലമുറ അങ്ങനെ എല്ലാ ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോവാൻ നിങ്ങൾ വഴി കാട്ടുന്നു, അവരും നമുക്ക് വേണ്ടി വഴി കാട്ടട്ടെ. Please can I invite all our executive members, our President Molly Cletus, our Vice President Jinsi Shijo, Secretary Nixon Anthony, Joint Secretary Vinod Joseph, Treasurer Snowbin Matthew, Executive Members Mr. C.A. Joseph, Rajiv Joseph, Martin George, Anush and Annie, please come on stage. Come on guys. Maveli, please come forward. വേദിയിലുള്ള TMCAയുടെ കർമ്മനിരതരായ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുവോണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയുവാനില്ല. കാരണം തിരുവോണം എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ്,
അത് നമ്മുടെ കേരളത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ എങ്ങനെയാണ് തിരുവോണം റീക്രിയേറ്റ് ചെയ്യുന്നത്, ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മുടെ ഈ കൾച്ചറൽ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ GMCAയുടെ മറ്റ് ഭാരവാഹികളും അതുപോലെ പ്രസിഡന്റും എല്ലാവരും കൂടി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം ഈ തിരുവോണം എപ്പോഴും ഒരു നന്മയുടെ പ്രതീകമാണ്. നമ്മുടെ തിന്മയുടെ മേൽ നന്മ വിജയിക്കുന്ന ഒരു പ്രതീതിയാണ്. ഞാനിപ്പോഴിവിടെ പലരെയും കാണുമ്പോഴേക്കും നമ്മുടെ ഈ GMCA ഫോം ചെയ്തതിന് മുൻപ് ഏകദേശം കുറച്ച് നാളുകൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കണ്ട ഒരുപാട് ആളുകൾ ഇന്നും ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഘടനയിൽ ഒരു നന്മയുണ്ട്. ആ നന്മയുടെ ഒരു പ്രതിഫലനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആളുകളെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മറ്റ് കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാം. പക്ഷെ ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയില്ല. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സംഘടനയാണ് നന്മ നിറഞ്ഞ ഒരു സംഘടന എന്ന്. അപ്പോൾ ഈ ഒരു നന്മ, ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഐക്യം നിങ്ങൾ ഒരിക്കലും കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് സംഘടനകൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ആങ്കർ ആനി പല എന്നെ കുറിച്ച് വിശേഷതകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ പുറത്തൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നു, അത് കേൾക്കുന്ന രസമാണ്. പക്ഷെ ഈ ഗിൽഫോർഡ് GMCAയുടെ ഈ പരിപാടിയിൽ വരുമ്പോൾ എൻ്റെ ഒരു സ്വന്തം കുടുംബമായിട്ടാണ് ഞാൻ ഈ സംഘടന എപ്പോഴും ഇരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ വരുന്ന ആ ഒരു സന്തോഷമാണ് എനിക്ക് ലഭിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയുമായ സമ്പൽ സമൃദ്ധമായ ഒരു തിരുവോണ ഒരു ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ തിരുവോണ ആഘോഷ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ മാവേലിക്ക് പോകാൻ ഒത്തിരി തൃപ്തിയുള്ളതുകൊണ്ടും ഇനി കേരളത്തിൽ എന്താണ് വിസിറ്റ് ചെയ്യണമെന്നാണ് മാവേലി പറയുന്നത്. അതുകൊണ്ട് മാവേലി ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിന്റെ സമയമായി എന്നോട് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് മാവേലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മാവേലിനെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരുന്ന് യാത്ര അയക്കാം. നന്ദി, നമസ്കാരം മാവേലി.